ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ആർക്ക് വെൽഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ആർക്ക് വെൽഡിങ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ ആർക്ക് വെൽഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൻ്റെ കൂടെ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു, അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്ക് വെൽഡിങ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി ഈ ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ ആർക്ക് വെൽഡിങ് പ്രോസസ്സ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്യുപ്മെൻറ്റ്സും സേഫ്റ്റി ഡിവൈസസും അങ്ങനെ ചേർന്നിട്ടുള്ള ഒരു ലിസ്റ്റ് പോലെയാണ്. ആദ്യം ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ തന്നിട്ടുണ്ട്. മിക്ക സാധനങ്ങളുടെയും ഫോട്ടോസും കൂടി അടുത്ത 2 സ്ലൈഡിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ട്രാൻസ്ഫോമർ. നമ്മുടെ ഈ ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി AC യും DC യും ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു. ഒന്നുകിൽ AC ഉപയോഗിക്കാം, അല്ലെങ്കിൽ DC ഉപയോഗിക്കാം. AC ഉപയോഗിക്കുന്നുവെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന സംഭവമാണ് വേണ്ടത്. DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റെക്ടിഫയർ അല്ലെങ്കിൽ ജനറേറ്ററാണ് വേണ്ടത്. അപ്പോൾ AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പവർ സപ്ലൈ, ഡയറക്റ്റ് പവർ സപ്ലൈ കാണും. അപ്പം അതിൽ നിന്ന് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് വേണ്ട റേറ്റിങ്ങിലുള്ള വോൾട്ടേജിലോട്ട് അല്ലെങ്കിൽ വേണ്ട റേറ്റിങ്ങിലുള്ള കറണ്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെൽഡിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന AC കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോ വോൾട്ടേജ് ഹൈ കറണ്ട്, അതായത് ലോ വോൾട്ടേജ് ഹൈ ആംബിയർ ഉള്ള പവർ സപ്ലൈ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കേസ് വരുമ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് വേണ്ടതെന്ന് പറയാം. അതായത് വളരെ ലോ വോൾട്ടേജ് ആയിരിക്കണം, എന്നാൽ വളരെ ഹൈ കറണ്ടും ആയിരിക്കണം അതിന് വേണ്ട. അപ്പോൾ അതിനുവേണ്ട ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ല AC അല്ല, പകരം DC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ഒരു റെക്ടിഫയർ കാണും. അതായത് ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് റെക്ടിഫയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ DC തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള ജനറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കമ്പോണൻ്റ് ആയിരിക്കണം DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേണ്ടത്. പിന്നെ ഈ വെൽഡിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് അക്സസറീസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇലക്ട്രോഡ്സ്, എന്ത് ഇലക്ട്രോഡ് ഉപയോഗിച്ചാണ് ആർക്ക് വെൽഡിങ് പ്രോസസ്സ് ചെയ്യുന്ന ആ ഇലക്ട്രോഡ്, പിന്നെ അത് കണക്ട് ചെയ്യാനുള്ള ഇലക്ട്രോഡ് ഹോൾഡർ, പിന്നെ കേബിൾസ്. ഇലക്ട്രോഡ് ഹോൾഡറിൽ നിന്നും ഈ ട്രാൻസ്ഫോമറിലോട്ട് അല്ലെങ്കിൽ ജനറേറ്ററിലോട്ട് കണക്ഷൻ പോകണം. മാത്രമല്ല വർക്ക് പീസിൽ നിന്നും ട്രാൻസ്ഫോമറിലോട്ട് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വർക്ക് പീസിൽ നിന്നും ട്രാൻസ്ഫോമറിലോട്ട് അല്ലെങ്കിൽ ജനറേറ്ററിലോട്ട് കണക്ഷൻ പോകണം. അതിനുവേണ്ടി കേബിൾസ് എന്ന് പറയുന്ന ഇതുണ്ട്. പിന്നെ ഉള്ള സേഫ്റ്റി ഡിവൈസസ് എന്ന് പറഞ്ഞ് ഒരു 5-6 ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഷീൽഡ്, ഹാൻഡ് ഗ്ലൗസ്, സേഫ്റ്റി ഗോഗിൾസ്, സ്കൾ ക്യാപ്പ്, സേഫ്റ്റി ബോർഡ്സ്. ഈ സ്കൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ്, നല്ല ഹാർഡായിട്ടുള്ള ഹെൽമെറ്റിനെയാണ് സ്കൾ ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ടൂൾസ്, ഈ ചിപ്പിംഗ് ഹാമർ, ബ്രഷസ്, അങ്ങനത്തെ കുറച്ച് ടൂൾസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സും ടൂളും ഒക്കെയാണ് ഈ ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കാണുക. നിങ്ങൾ മിക്ക കാര്യങ്ങളും ആൾറെഡി കണ്ട് തന്നെ കാണും. ഇത് വെൽഡിങ് ഇലക്ട്രോഡ് ഹോൾഡർ, ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും കണ്ടു കാണും. അതിൻ്റെ ഈ ഭാഗത്ത് കോട്ടിംഗ് ഒന്നുമില്ല, ഈ ഭാഗത്താണ് കോട്ടിംഗ് വരുന്നത്, ഈ ഭാഗത്ത് കോട്ടിംഗ് വരുന്നില്ല. ഈ ഭാഗമാണ് നമ്മുടെ വെൽഡ് ഇലക്ട്രോഡിൻ്റെ ഈ ഭാഗത്ത് ഈ പാർട്ടിലേക്ക് കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു കണക്ഷൻ നേരെ നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ടോ അല്ലെങ്കിൽ വെൽഡിങ് ജനറേറ്ററിലോട്ടോ പോയിരിക്കും. അപ്പോൾ ഇത് വെൽഡിങ് ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്ന ഡിവൈസ്. ഇത് അതിൻ്റെ ഇലക്ട്രോഡ്. ഇത് വെൽഡിങ് കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പീസ് ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഈ കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേബിളിൻ്റെ ഒരു എൻഡിൽ ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ട്, ഇതാണ് വർക്ക് പീസിലുകൊണ്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് മറ്റേ എൻഡ് ജനറേറ്ററിലോട്ടോ ട്രാൻസ്ഫോമറിലോട്ടോ കൊണ്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കേബിൾ. പിന്നെ ഇതാണ് വെൽഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതായത് AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഇതാണ്, ഒരു ടൈപ്പ്, ഒരു കമ്പനി ഇറക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്ന DC ജനറേറ്റർ. DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജനറേറ്ററോ റെക്ടിഫയറോ വേണം. ഈ റെക്ടിഫയർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഏകദേശം ഈ വെൽഡിങ് ട്രാൻസ്ഫോമർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ജനറേറ്റർ ഈ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്, AC ജനറേറ്റർ. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് വെൽഡിങ് ഹോൾഡറും അതിൻ്റെ മറ്റേ വെൽഡിങ് കേബിളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രോഡ് കൊണ്ട് ഈ ഇലക്ട്രോഡ് ഹോൾഡറിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്ന വർക്ക് പീസ് കൊണ്ട് ഇതിൻ്റെ ഈ ക്ലിപ്പിലായിരിക്കും കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. എന്നിട്ടായിരിക്കും വെൽഡിങ് നടത്തുന്നത്. അപ്പോൾ വെൽഡിങ് ജനറേറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ അക്സസറീസ്, വെൽഡിങ് ഷീൽഡ്, മുഖത്ത് സ്പാർക്കൊന്നും തെറിക്കാതിരിക്കാനുള്ള വെൽഡിങ് ഫേസ് ഷീൽഡ്, പിന്നെ ഹാൻഡ് ഗ്ലൗസ്. ഈ ഹാൻഡ് ഗ്ലൗസ് ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും മാത്രമല്ല ഷോക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ വളരെ തിക്നെസ് കൂടിയ ലെതറോ അല്ലെങ്കിൽ ഫൈബറോ ഒക്കെ ഉണ്ടാക്കിയ കണ്ടക്ടൻസ്, ഹീറ്റൊന്നും കണ്ടക്ട് ചെയ്യാത്ത, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലൊക്കെ കൊണ്ടുണ്ടാക്കിയ ഹാൻഡ് ഗ്ലൗസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സേഫ്റ്റി ഗോഗിൾസ്, ഇത് കണ്ണിൽ വയ്ക്കുന്നത്. നമ്മൾ ഫേസ് ഷീൽഡ് വെച്ചാൽ പോലും ഈ ഗോഗിൾസും കൂടെ വെച്ചാൽ മാത്രമേ 100% പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. കാരണം ഈ സേഫ്റ്റി ഗോഗിൾസാണ് നമ്മുടെ എക്സ്റേസിൽ നിന്നും മാത്രമല്ല ഹാംഫുൾ ആയിട്ടുള്ള റേസ്, ആർക്ക് വെൽഡിങ് നടക്കുന്ന സമയത്ത് ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് റേസ് ഒക്കെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് കണ്ണിൽ വന്ന് പതിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സേഫ്റ്റി ഗോഗിൾസാണ്.
പിന്നെ സേഫ്റ്റി ബോർഡ്സ്, നല്ല കട്ടിയുള്ള ഈ സ്പാർക്കൊക്കെ വീണാൽ പൊള്ളിപ്പോവാത്ത, ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള വളരെ തിക്നെസ് കൂടിയ ക്വാളിറ്റിയുള്ള സേഫ്റ്റി ബോർഡ്സ്. ഈ കാണുക, ഈ സ്പാർക്കൊന്നും ഈ കാലിൽ വീഴുന്നാലും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം തിക്നെസ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സേഫ്റ്റി ബോർഡ്സ്, അങ്ങനത്തെ അക്സസറീസ് എല്ലാം ഉണ്ട്. പിന്നെ ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്. ഈ ചിപ്പിംഗ് ഹാമർ എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ വെൽഡിങ് ജോയിൻ്റെ മുകളിൽ ഒരു പാട പോലെ, ഒരു ലെയർ പോലെ ഈ സ്ലാഗ് ഉറഞ്ഞിരിക്കും. അപ്പോൾ ആ സ്ലാഗിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചിപ്പിംഗ് ഹാമർ. ഈ ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് ആ സ്ലാഗിനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കപ്പോഴേക്കും അതങ്ങ് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ തട്ടി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാമർ, ചെറിയൊരു സ്മോൾ ഹാമറാണ് ഈ ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത്. പിന്നെ വയർ ബ്രഷ്, ക്ലീൻ ചെയ്യാനായിട്ട്, വെൽഡ് ജോയിൻ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വയർ ബ്രഷ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അല്ല സാധാരണ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലോ കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഈ വയർ ബ്രഷ് എന്ന് പറയുന്നത് മെറ്റലുള്ളതാണ്, കുറച്ച് തിക്നെസ് കൂടിയ, ഹാർഡ്നെസ് കൂടിയ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ വയർ ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആർക്ക് വെൽഡിങ്ങിൽ DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോളാരിറ്റിയെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് വർക്ക് പീസിന് വേണമെങ്കിൽ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം, ഇലക്ട്രോഡിന് നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് വർക്ക് പീസിന് നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യാം, ഇലക്ട്രോഡിനെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു സംഭവം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെയാണ് ഈ കൈൻഡ്സ് ഓഫ് പോളാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 2 സംഭവം കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് പോളാരിറ്റിയാണ് നമ്മൾ ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. DC ആണ് ഉപയോഗിക്കുന്നത്. ഇത് AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. DCക്ക് മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് ഉള്ളൂ. സ്ട്രെയിറ്റ് പോളാരിറ്റി ഉണ്ട്, റിവേഴ്സ് പോളാരിറ്റി ഉണ്ട്. സ്ട്രെയിറ്റ് പോളാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിന് നമ്മൾ നേരെ പോസിറ്റീവിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഈ DC പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് ജനറേറ്ററോ അല്ലെങ്കിൽ റെക്ടിഫയറോ ഒക്കെ ആവാം. അപ്പോൾ വർക്ക് പീസിന് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്നു, ഇലക്ട്രോഡിനെ അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് സ്ട്രെയിറ്റ് പോളാരിറ്റി എന്ന് പറയും. അതേസമയം വർക്ക് പീസിന് നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഇലക്ട്രോഡിനെ പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ റിവേഴ്സ് പോളാരിറ്റി എന്നും പറയും. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയത്, വർക്ക് പീസിനെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ സ്ട്രെയിറ്റ് പോളാരിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഇലക്ട്രോഡിനെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്ന റിവേഴ്സ് പോളാരിറ്റി എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടിനും 2 പർപ്പസാണുള്ളത്, 2 സിനാരിയോസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഉണ്ടാവുന്ന ഹീറ്റ്, ഈ ഇലക്ട്രോഡിലും വർക്ക് പീസിലും ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ആണെന്ന് പറയാം. AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വർക്ക് പീസിനും ഇലക്ട്രോഡിലും സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ DC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ഏതാണോ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അതിൽ 2/3 ഹീറ്റും ജനറേറ്റ് ആവും. അതായത് കൂടുതൽ പെർസെൻറ്റേജ് 67 മോർ ദാൻ 66% ഹീറ്റ്, അതായത് 2/3 ഹീറ്റും ക്രിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആവുന്നത് ഈ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിലാണ്. അപ്പോൾ വർക്ക് പീസിനെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് പോളാരിറ്റിയിലാണെങ്കിൽ വർക്ക് പീസ് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, വർക്ക് പീസിലായിരിക്കും 2/3 ഹീറ്റും ഉണ്ടാവുന്നത്. ബാക്കി റിമൈനിങ് 1/3 മാത്രമേ ഈ ഇലക്ട്രോഡിൽ ഉണ്ടാവുന്നുള്ളൂ. അതേസമയം റിവേഴ്സ് പോളാരിറ്റിയിലാണെങ്കിൽ ഇലക്ട്രോഡിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നത്, ഇലക്ട്രോഡാണ് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് റിവേഴ്സ് പോളാരിറ്റിയിൽ ഇലക്ട്രോഡിനായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നത്, 2/3 ഹീറ്റും ഇലക്ട്രോഡിലായിരിക്കും ഉണ്ടാകുന്നത്, ബാക്കി 1/3 ഹീറ്റ് മാത്രമേ വർക്ക് പീസിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ മെറ്റൽസ് ആണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ വർക്ക് പീസിനെ പിടിച്ച് പോസിറ്റീവിലോട്ടാക്കും. കാരണം കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ട വർക്ക് പീസിലാണ്, എന്നാൽ മാത്രമേ അവിടെ മെൽറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടിയ വർക്ക് പീസാണ് നമ്മൾ മെറ്റലുള്ള വർക്ക് പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ വർക്ക് പീസിനെ പോസിറ്റീവിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, അതായത് സ്ട്രെയിറ്റ് പോളാരിറ്റി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിക്നെസ് കൂടിയ വർക്ക് പീസാണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടതെങ്കിലും സ്ട്രെയിറ്റ് പോളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. കാരണം അത്രയും ഏരിയയിലുള്ള മെറ്റീരിയലിനെ നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതേസമയം ഈ തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് ആണ് എങ്കിൽ നമ്മൾ സാധാരണ റിവേഴ്സ് പോളാരിറ്റി യൂസ് ചെയ്യാറുള്ളൂ. കാരണം തിക്നെസ് കുറഞ്ഞ വർക്ക് പീസിൽ നമ്മൾ ഈ കൂടുതൽ ഹീറ്റ് എനർജി വർക്ക് പീസിൽ ഉണ്ടാവുകയാണെങ്കിൽ തിക്നെസ് കുറഞ്ഞതായതുകൊണ്ട് ചിലപ്പം കൂടുതൽ മെൽറ്റായി പോയെന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം കൂടുതൽ മെൽറ്റായി പോകാതിരിക്കാനായിട്ട്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് വർക്ക് പീസിൻ്റെ തിക്നെസ് കുറവാണെങ്കിൽ റിവേഴ്സ് പോളാരിറ്റിയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതായത് വർക്ക് പീസിന് നെഗറ്റീവിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുക. അപ്പം ഒരു 1/3 ഹീറ്റ് മാത്രമേ വർക്ക് പീസിന് ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ഫില്ലർ മെറ്റീരിയൽ ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന സിനാരിയോ ആണെങ്കിലും റിവേഴ്സ് പോളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോഡ് കൂടുതൽ കൺസ്യൂം ചെയ്യണം, ഇലക്ട്രോഡ് കൂടുതൽ മെൽറ്റ് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോഡ് കൂടുതൽ മെൽറ്റ് ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇലക്ട്രോഡിനെ പോസിറ്റീവിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യും, അതായത് റിവേഴ്സ് പോളാരിറ്റി അപ്ലൈ ചെയ്യും. അപ്പോൾ കൂടുതൽ ഫില്ലർ മെറ്റീരിയൽ ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന സിനാരിയോയിലും റിവേഴ്സ് പോളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് സ്ട്രെയിറ്റ് പോളാരിറ്റി വേണോ അതോ റിവേഴ്സ് പോളാരിറ്റി വേണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തെറ്റിപ്പോകാതിരിക്കുക. സ്ട്രെയിറ്റ് പോളാരിറ്റി ആണെങ്കിൽ വർക്ക് പീസിനെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യും, റിവേഴ്സ് പോളാരിറ്റി ആണെങ്കിൽ ഇലക്ട്രോഡിനെ ആയിരിക്കും പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഏതാണോ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ആവുന്നത് അതിലായിരിക്കും 2/3 ഹീറ്റും ജനറേറ്റ് ചെയ്യുന്നത്, മറ്റേതിൽ 1/3 ഹീറ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഡി സിയിൽ മാത്രമേ ഉള്ളൂ, എ സിയിൽ അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. കാരണം എ സിയിൽ രണ്ടിലും ഒരേപോലത്തെ 50-50%, അതായത് രണ്ടിലും ഒരേപോലെ ഈ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി തന്നെയായിരിക്കും രണ്ടിലുണ്ടാകുന്നത്, ഇലക്ട്രോണിലായിരുന്നാലും വർക്ക് പീസിലായിരുന്നാലും. അത് എ സിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡി സിയിൽ മാത്രമേ ഈ പോളാരിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ എ സി ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഡി സി ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഈ ആർക്ക് വെൽഡിങ്ങിൽ എ സി ആണ് ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവാണ്. എ സി ആയതുകൊണ്ട് ഈസിലി അവൈലബിൾ ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, അതായത് ട്രാൻസ്ഫോമറിന് വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതേസമയം ഡി സി ആണെങ്കിൽ അതിൻ്റെ റെക്ടിഫയർ ആയിരുന്നാലും അതല്ല ജനറേറ്റർ ആയിരുന്നാലും കൂടുതൽ മെയിൻ്റനൻസ് വരുന്നുണ്ട്. കമ്പയർ ടു ട്രാൻസ്ഫോമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ മെയിൻ്റനൻസ് വരുന്നത് ഈ ജനറേറ്ററിനും റെക്ടിഫയറിനും ഒക്കെയാണ്. മാത്രമല്ല അതിൻ്റെ ഈ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് അതിൽ മൂവിങ് പാർട്സ് ഒന്നും വരുന്നില്ല. മറ്റേ ജനറേറ്ററിലായിരുന്നാലും റെക്ടിഫയറിലായിരുന്നാലും മൂവിങ് പാർട്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എ സിയിൽ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഫോമർ മൂവിങ് പാർട്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് പിന്നെയും കുറവായിരിക്കും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് എ സിക്കുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന്, സേഫ് ആയിട്ടുള്ളൊരു മീഡിയം അല്ല എ സി എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് നോൺ ഫെറസ് മെറ്റൽസ് വെൽഡ് ചെയ്യാൻ എ സി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അയണിൻ്റെ കണ്ടൻറ്റുള്ള വർക്ക് പീസ് വെൽഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് എ സി ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. നോൺ ഫെറസ് മെറ്റൽസ് ആണെങ്കിൽ, അതായത് അലുമിനിയം ഒക്കെയാണ്, അലുമിനിയം കോപ്പർ ഒക്കെ ആണെങ്കിൽ എ സി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം അതൊക്കെ നോൺ ഫെറസ് മെറ്റൽസ് ആണ്. അപ്പോൾ എ സി എന്ന് പറയുന്ന നോൺ ഫെറസ് മെറ്റൽസിന് സൂട്ടബിൾ അല്ല വെൽഡ് ചെയ്യാനായിട്ട്. അത് എ സിയുടെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ്. അതുപോലെ ഡി സിയുടെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡി സിയുടെ അഡ്വാൻറ്റേജ് ഒന്ന്, ഫെറസും നോൺ ഫെറസും ആയിട്ടുള്ള മെറ്റൽസ് വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എ സി പോലെയല്ല, ഡി സി ആണെങ്കിൽ രണ്ടും ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസ് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ സ്റ്റേബിൾ ആർക്ക് കിട്ടുന്നത് ഡി സിയിലാണ്. കമ്പയർ ടു എ സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഡി സിയിലാണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആർക്ക് കിട്ടുന്നത്. പിന്നെ കുറച്ചും കൂടെ സേഫറാണ്, എ സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ സേഫറാണ് ഡി സി. ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഡി സിയുടെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവാണ്, കൂടുതൽ എക്സ്പെൻസീവാണ്, ഈസിലി അവൈലബിളും അല്ല. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. ജനറേറ്റർ ആയിരുന്നാലും റെക്ടിഫയർ ആയിരുന്നാലും അതിന് മെയിൻ്റനൻസ് കൂടും. ട്രാൻസ്ഫോമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ജനറേറ്ററിനും റെക്ടിഫയറിനൊക്കെ മെയിൻ്റനൻസ് കൂടുതലാണ്, പിന്നെ കോസ്റ്റും കൂടുതലാണ് ഡി സി ആണെങ്കിൽ. അപ്പോൾ ഇതാണ് ഡി സിയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2-3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതും ഒന്ന് നോക്കുക, പോളാരിറ്റി നോക്കുക, പിന്നെ എ സിയുടെയും ഡി സിയുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പോയിന്റും കൂടെ പഠിക്കാം. ഇതും ആർക്ക് വെൽഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. സെലക്ഷൻ ഓഫ് ഇലക്ട്രോഡ്സ്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് ബേസ് ചെയ്താണ് ഏത് ഇലക്ട്രോഡ് വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ഉണ്ട്, അതായത് പല ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാക്കിയ ഇലക്ട്രോഡ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് കോട്ടിംഗ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്, പല തിക്നെസ്സിലുള്ള കോട്ടിംഗ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്, പല ലെങ്തിലുള്ള ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഇലക്ട്രോഡാണ് ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് യൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പോൾ ഇതും ഒരു 2-3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്തൊക്കെ ഫാക്ടേഴ്സ് ബേസ് ചെയ്താണ് ഇലക്ട്രോഡിനെ ചൂസ് ചെയ്യുന്നത്. ഒന്ന്, ടൈപ്പ് ഓഫ് മെറ്റൽ ടു ബി വെൽഡഡ്. അതായത് ഇപ്പം മൈൽഡ് സ്റ്റീൽ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ആയിരിക്കത്തില്ല ചിലപ്പം വേറെ എന്തെങ്കിലും മെറ്റൽ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഏത് മെറ്റലിൻ്റെ വർക്ക് പീസുകളാണോ തമ്മിൽ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ മെറ്റലിൻ്റെ കണ്ടൻറ്റുള്ള ഇലക്ട്രോഡാണ്, ആ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ആ സെയിം മെറ്റലിൻ്റെ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സെയിം മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള അലോയ് കൊണ്ടുണ്ടാക്കിയ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് മൈൽഡ് സ്റ്റീൽ വർക്ക് പീസുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ കണ്ടൻറ്റും മൈൽഡ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഇലക്ട്രോഡ് തന്നെയായിരിക്കണം അത് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ അതിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള വേറെ എന്തെങ്കിലും ഒരു അലോയ്. അപ്പം അങ്ങനത്തെ അപ്പം എന്ത് വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ എന്താണോ, എന്ത് മെറ്റീരിയലുള്ള വർക്ക് പീസ് തമ്മിലാണോ ജോയിൻ ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്താണ് ഇലക്ട്രോഡിൻ്റെ മെറ്റൽ ഏതാണ്, അല്ലെങ്കിൽ ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറയാം. രണ്ടാമത്തത്, എന്ത് പൊസിഷനിലാണ് ഈ വെൽഡ് ചെയ്യുന്നത്. നമുക്ക് ഈ വെൽഡിങ് പൊസിഷനെ പറ്റി നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ചില്ല. ഈ വെൽഡിങ് പൊസിഷൻസ് പല ടൈപ്പ് ഓഫ് വെൽഡിങ് പൊസിഷൻസ് ഉണ്ട്. ഹൊറിസോണ്ടൽ വെൽഡിംഗ് ഉണ്ട്, വെർട്ടിക്കൽ വെൽഡിംഗ് ഉണ്ട്, അപ്വേർഡ് വെൽഡിംഗ് ഉണ്ട്, ഡൗൺവേർഡ് വെൽഡിംഗ് ഉണ്ട്, പിന്നെ ഓവർ ഹെഡ് വെൽഡിംഗ് ഉണ്ട്, പിന്നെ ഫ്ലാറ്റ് വെൽഡിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെൽഡിംഗ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വെൽഡിംഗ് പൊസിഷൻസ് ബേസ് ചെയ്ത് നമുക്ക് ഏത് ഇലക്ട്രോഡാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്നും ഡിസൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വെൽഡിംഗ് പൊസിഷനും ഒരു ഫാക്ടറാണെന്ന് പറയും. വെൽഡിംഗ് പൊസിഷനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഉള്ളത് പവർ സോഴ്സ്, AC-യും DC-യും ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം റിവേഴ്സ് പോളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോഡിലാണ് കൂടുതൽ ഹീറ്റ് എനർജി വരുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ കട്ടി കൂടിയ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലുള്ള മെറ്റീരിയലിൻ്റെ ഇലക്ട്രോഡൊക്കെ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളല്ല. പവർ സോഴ്സ് ബേസ് ചെയ്ത് ഇലക്ട്രോഡിൻ്റെ സെലക്ഷൻ മാറും. പിന്നെ പോളാരിറ്റി അതുപോലെ തന്നെ, പോളാരിറ്റി ബേസ് ചെയ്തും ഇലക്ട്രോഡിൻ്റെ സെലക്ഷൻ മാറും. പിന്നെ ബേസ് മെറ്റീരിയലിൻ്റെ തിക്നെസ്, ഇപ്പം കൂടിയ തിക്നെസ് ഉള്ള വർക്ക് പീസ് തമ്മിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ തിക്നെസ് കൂടിയ അല്ലെങ്കിൽ ഡയമീറ്റർ കൂടിയ നമ്മൾ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ തിന്നായിട്ടുള്ള ഡയമീറ്റർ കുറഞ്ഞ ഇലക്ട്രോഡല്ല യൂസ് ചെയ്യേണ്ടത്. തിക്നെസ് കൂടിയ ബേസ് മെറ്റീരിയലാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഫില്ല് മെറ്റീരിയലൊക്കെ ഉള്ള കുറച്ചും കൂടെ തിക്നെസ് കൂടിയ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യേണ്ടത്. തിക്നെസ് അല്ല, ഡയമീറ്റർ കൂടിയ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് മെറ്റീരിയലിൻ്റെ തിക്നെസ് ബേസ് ചെയ്യുന്നത്, ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വർക്ക് പീസുകൾ, ആ വർക്ക് പീസിന് തന്നെയാണ് ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഒക്കെ ബേസ് ചെയ്ത് ഇലക്ട്രോഡിൻ്റെ സെലക്ഷൻ മാറും. പിന്നെ എക്സ്പെക്റ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് വെൽഡ് ജോയിൻറ്റിന് എത്രത്തോളം ഹാർഡ്നെസ് ഉണ്ടായിരിക്കണം, എത്രത്തോളം സ്ട്രെങ്ത് വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തും ഇലക്ട്രോഡ് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം ബേസ് ചെയ്താണ് ഇലക്ട്രോഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു 2-3 മാർക്സിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളെല്ലാം ആർക്ക് വെൽഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് മെത്തേഡ്സിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.